നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എവിടെയൊക്കെയാണെന്നുള്ളത് അവിടെ ചെന്നിട്ട് പറയാം അല്ലേ ചാ, നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും ഗൈസ്. അപ്പോ ഇവിടെ കുട്ടികളൊക്കെ ഓണം സെലിബ്രേഷന് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഞങ്ങള് ജസ്റ്റ് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും ചാ. മൂവാറ്റുപുഴ എത്താറായിട്ടാ. അപ്പം പിള്ളേരൊക്കെ അങ്ങനെ റെഡി ആയിട്ടൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണല്ലേ. അപ്പൊ ഇനി ഞങ്ങള് ഒരു ഹാഫ് ആൻ അവർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തണം. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലൊക്കെ നിർത്തുമ്പോൾ ഇനി ബാക്കി വിശേഷം. അതില്ലാത്തൊരു കാര്യം ആയതുകൊണ്ടിട്ട് ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാട്ടോ ഓർക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിതേ ഈ പ്ലേസ് കണ്ടിട്ട് ആർക്കെങ്കിലും എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ്. ഗൈസ് ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് അങ്ങനെ നിർത്തിയതാട്ടാ. നൈസായിട്ടുണ്ട്. നൈസായിട്ടുണ്ട് വളരെ നൈസായിട്ട്. നിങ്ങൾ വിചാരിക്കും കഷ്ടപ്പെട്ട് എന്തോ വലിയ കാര്യം ഫോട്ടോ എടുക്കുവാണെന്ന്. അല്ല, നമ്മളുടെ ബ്യൂട്ടീനെ എടുത്തോണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടെ ടീ ലേക്കാ അല്ലേ? ടീ ലേക്ക് ബോട്ടിംഗ് സ്ഥലത്താണ്. പക്ഷെ ഞങ്ങൾ ബോട്ടിംഗ് ഒന്നും എടുത്തില്ല. ബോട്ടിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും ക്യാഷും കൊണ്ട് വേണം വരാൻ. എൻട്രി ഫീ ഒരു 10 രൂപയുണ്ട്. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് കാണാനായിട്ട് 50 രൂപ ഒരാൾക്ക്. അത്രേ ഉള്ളൂ. വളരെ കുറഞ്ഞ കാശില് ഇതൊക്കെ കാണാം. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി മാത്രം ഇച്ചിരി ശോകമാണ് ഗൈസ്. ശോകം മീൻസ് വരാൻ പറ്റും, ബട്ട് ടാർഡല്ലേ ഉള്ളൂ. കുണ്ടും കുഴിയൊക്കെയാണ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയാണ്. അത്രയൊന്നുമില്ല, അത്ര എക്സാജറേറ്റ് ഒന്നും ചെയ്യണ്ട. ശരി. അപ്പൊ ഞങ്ങള് 50 രൂപ കൊടുത്ത് കയറുന്ന ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഓൾറെഡി കയറി. തിരിച്ചു തന്നെ പോവാൻ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എങ്ങനെയുണ്ട് 50 രൂപയുടെ കാഴ്ച? അതിമനോഹരം. ഈ കാണുന്നതെല്ലാം 50 രൂപയുടെ കാഴ്ച. നിങ്ങളിത് കാണുക അല്ലേ കേട്ടോ. അതിന്റെ ഇടയിൽ നിന്ന് കുറെ ഫോട്ടോ എടുക്കാം. കേറിപ്പോയി നിന്ന് ഫോട്ടോ എടുക്ക. 2 എണ്ണം വൈ 50 രൂപ കൊടുത്തിട്ട് അക്കെങ്കിലും ഒന്ന് ഓടിക്കാന്ന് വെച്ചപ്പാ അതിന്റെ ഡ്രൈവർ ഉറങ്ങണേ. അത് സാരില്ല, നീ കേറ്. പിന്നെ എന്നെ കൂടെ പട്ടിനെ കടിച്ചാലോ? കടിക്കൊന്നുമില്ല, നീ തുറന്ന് പതുക്കെ കയറിക്കോ. അവൻ ഉറങ്ങുകയല്ലേ. ഹീ സ്ലീപ്പിംഗ്. അതായിരിക്കും അതിന്റെ ഉടമസ്ഥൻ. നീ കേറ്. ഹീ സ്റ്റിൽ സ്ലീപ്പിംഗ്. കണ്ടോ? അത്രയ്ക്ക് വേണോ? എന്ത് ചെയ്യാൻ പോണേ? എന്നാ ചാട്. നല്ല തേങ്ങ ടയറുണ്ട്. ഗായ്സ് ഫുൾ കോടാട്ടാ. എന്റെ മുന്നേ ഞാൻ ആദ്യമായിട്ടാട്ട് ഇത്രയും കോടയൊക്കെ കാണുന്നത്. കോട കാണാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും കോട കണ്ടിട്ടില്ല ഗായ്സ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ അധികം അങ്ങനെ ട്രിപ്പൊന്നും ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിട്ടില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ ലക്കിയാണ് ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഹണിമൂണിന് വന്നിട്ട് ഇത്രയും കോടയൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല കോടയുണ്ട്, മഴയുണ്ട്. മേബി അതുകൊണ്ടായിരിക്കും ഇത്രയും കോട. ഓക്കെ, അപ്പൊ ഇനി പതുക്കെ ഓരോന്നൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി ഞങ്ങൾ സ്റ്റേഡ് അങ്ങോട്ടേക്ക് എത്തി. ഹെയിൽ വാഗമൺ എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ ലിമിറ്റഡ് റൂംസ് ആണ് കേട്ടോ ഉള്ളത്, പക്ഷെ എപ്പോഴും ഫുള്ളാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇച്ചയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് പോലെയാണ് ഞാനിത് ട്രിപ്പ് ആക്ച്വലി ഇച്ചയ്ക്ക് അറിയായിരുന്നു, പക്ഷെ കേക്കും ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സർപ്രൈസ് ആയിരുന്നു. എന്നാലും
എക്സ്പെക്ട് ചെയ്തില്ല. ബർത്ത്ഡേ ആയതുകൊണ്ട് നീ എപ്പോഴും എനിക്ക് സർപ്രൈസസ് തരാറുള്ളത് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അറിയായിരുന്നു. പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചിട്ടുണ്ടോ? നോ, ഫസ്റ്റ് ആ ഞാനും അതെ, സെയിം ബീച്ച്. അപ്പോൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഇതേ റൂമിൽ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാനത് നെക്സ്റ്റ് ഡേ തിരിച്ചു പോരുമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം നല്ല കോടയായിരുന്നു. ഈ വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ദൂരത്തേക്കൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും മൂടി കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും കോട ഒന്നും അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഇത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.